നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നിന്നെ പ്രേതത്തിന്റെ അടുത്ത് ഒറ്റയ്ക്കാക്കിട്ട് ഞങ്ങൾ എങ്ങനെയാ പോവാ? വാടാ, നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാം. പറ്റില്ലടാ, നമുക്ക് ചെയ്യേണ്ട ജോലി ഇപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്. എന്താടാ അത്? നമ്മുടെ വീട്ടിലുള്ള പ്രേതം എന്റെ കൺമുമ്പിൽ വന്ന് എന്നോട് സംസാരിച്ചു. അതെന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, ചില സത്യങ്ങൾ വിശ്വസിക്കാനാവില്ല. ഇപ്പോ നമ്മൾ അവരെ പിടിച്ചു കൊടുത്തില്ലെങ്കിൽ ആ പ്രേതം വീട് വിട്ടു പോവില്ല. അവരെ എങ്ങനെയാ കണ്ടുപിടിക്കുക? പൂജയ്ക്ക് ഇരുത്താൻ അളവെടുക്കേണ്ട ആവശ്യം എന്താ? സുഗു, നീ പറഞ്ഞതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നത്, അന്ന് എന്റെ ഏട്ടനും ഇതുപോലെ എന്നെ പൂജയിലിരുത്താൻ വേണ്ടി അളവെടുത്തിരുന്നു. ഏട്ടനോ? അതാരാ? അവൻ എന്നെ ആ ഭദ്രൻ. അന്ന് എന്നെ പെണ്ണ് കാണാൻ വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാരും കൂടി തല്ലിയില്ലേ, അവനാ. ഇനി അവനെങ്ങാനും ആയിരിക്കോ? ആദ്യം നമുക്ക് അവനെ കണ്ടുപിടിക്കാം, അപ്പൊ കാര്യം എന്താണെന്ന് മനസ്സിലാവല്ലോ. അവന്റെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? ഉണ്ട് സുഗു. അപ്പൊ ഫോൺ വിളിക്കേ. ഇപ്പൊ അവൻ എവിടെയാണോ എന്തോ. ഇവിടെ ഉണ്ടടാ തെമ്മാടികളെ. 2 ദിവസത്തിനുള്ളിൽ പൂജയും വെച്ച് എന്ത് ചെയ്യണോന്ന് അറിയാതെ നിൽക്കുവാ ഞാൻ. എവിടെ ചുറ്റിത്തിരിയുക? പെൺകുട്ടി അയക്കാൻ പറഞ്ഞ അമ്മ അയക്കുന്നോടാ മണ്ട ശിരോമണി. ഇവിടെ പൂജ ചെയ്യുന്നോ അല്ല വേറെ വല്ലതോ? നാളെ ഇവിടെ പെണ്ണെത്തിയില്ലെങ്കിലുണ്ടല്ലോ, നേരിട്ട് വന്ന് ചവിട്ടിക്കൊല്ലും ഞാൻ. വെക്കടാ ഫോണ്. ഓരോരുത്തന്മാര് ഇറങ്ങിക്കോളും. ആരാ ഇത്? ഞാനാ, രാജന്റെ മോള് മല്ലി. ആ മല്ലി, നീയാണോ? ചേട്ടൻ അന്നൊരു പൂജയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അതേ മല്ലി. ആ സ്വർണവും പണമൊക്കെ എനിക്ക് തരികയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ് ചേട്ടാ. അല്ല, നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ കൊച്ചിയിലുള്ളത്, മണിമംഗലത്ത്. മണിമംഗലത്തോ? അതെ ഏട്ടാ. അവിടെ തന്നെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. എന്താ ഈ വീടിനടുത്ത്? ഏട്ടാ ഏട്ടാ ഏട്ടാ, സുഖം തന്നെയല്ലേ ഏട്ടാ? എന്റെ സുഖമൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ എന്താ ഇവിടെ? അപ്പോ നിങ്ങൾക്ക് ഈ വീട് നേരത്തെ അറിയാം? ഇതിനു മുമ്പ് ഒരു ജോലിയുടെ കാര്യത്തിന് ഇവിടെ വന്നിട്ടുണ്ട്. നീ എന്തിനാ ഇവിടേക്ക് വന്ന? നമ്മുടെ നാട്ടിലെ മാസ്റ്റർ അല്ലേ, ഇവിടെ ഒരു വീട് വാങ്ങിച്ചിരിക്കുക. 4000 രൂപ കിട്ടുമെന്ന് പറഞ്ഞ് അമ്മ എന്നെ ഇവിടെ വീട്ടു ജോലിക്ക് വിട്ടു. ഓ, ഇവിടെ സയ്യദ് എന്നും പറഞ്ഞൊരു വാച്ച്മാൻ ഉണ്ടായിരുന്നല്ലോ, അവൻ ഇവിടെ ഉണ്ടോ? ഇവിടെയുള്ള വീടുകളിൽ മനുഷ്യര് പോലും ഇല്ല, അപ്പൊ വാച്ച്മാൻ ഉണ്ടാവോ? ശരി, അതൊക്കെ വിടേട്ടാ. പൂജയുടെ കാര്യം പറഞ്ഞില്ലേ, അതെപ്പോഴാ നടക്കുക? നീ വിഷമിക്കൊന്നും വേണ്ടമല്ലേ. പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നാളെ നിന്നെ കൊണ്ടുപോകാൻ സമ്മതം. എങ്ങോട്ട് പോവാ? നേരെ ഇത്രയും വൈകിയില്ലേ? ഈ രാത്രി ഇവിടെ താമസിച്ചൂടെ? മാസ്റ്റർ പോലും ഇല്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാവുന്നതുകൊണ്ടാ. രാവിലെ മാസ്റ്റർ എത്തിക്കോളും, അപ്പൊ നമുക്ക് ഒരുമിച്ച് പൂജയ്ക്ക് പോവാം. എന്താ പറയുന്നു? വാ ചേട്ടാ, ഇങ്ങ് വാ, കേറി വാ. ശരി, വരാം. വലിക്കാതെ ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? ടി വി ഉണ്ട്, അറിയോ? ഭദ്രൻ ഭദ്രമായിട്ട് തന്നെ പെട്ടു. ഏയ് മല്ലി, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശല്യം ചെയ്യാതെ ഉറങ്ങുമല്ലേ. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? അമ്മേ, കരണക്കുറ്റി പൊളിഞ്ഞു. ഞാനാണടാ നീ കാരണം ബലി കൊടുക്കപ്പെട്ട അവന്തിക്കാണടാ. നീ ജീവനോടെ ഇരിക്കണമെങ്കിൽ അവന്മാര് മരിക്കണം. കൂട്ടിക്കൊണ്ടുവാ. അവരെ വിളിച്ചോണ്ട് വന്ന എന്നെ വിട്ടേക്കാം. സത്യമാണോ? ബാബാ. എന്താണോ ഭദ്ര? നമസ്കാരം ബാബാ. സുഖമാണോ? സുഖമായിരിക്കുന്നു ബാബാ. ശരി, കാര്യം പറ. അത് മറ്റൊന്നുമല്ല ബാബാ, നമ്മുടെ പൂജയ്ക്ക് എല്ലാ തരത്തിലും പറ്റിയൊരു പെണ്ണ്, നല്ല ആപ്പിള് പോലത്തെ ഒരു പെണ്ണിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാബാ. നിങ്ങൾ വന്ന പൂജ തുടങ്ങാവുന്നതേ ഉള്ളൂ. 2 ദിവസത്തിൽ ആരംഭിക്കാം. അയ്യോ, 2 ദിവസത്തേക്കൊന്നും ഒരിക്കലും പറ്റില്ല ബാബാ. നിങ്ങൾ താമസിപ്പിച്ച പെണ്ണ് ഓടിക്കളയും, പിന്നെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. വേഗത്തിൽ വന്നാൽ വളരെ നന്നായിരുന്നു. നാളെ ഒരിക്കലും മിസ് ചെയ്യല്ലേ. സെയിം പ്ലേസ്, അവിടേക്ക് വന്നാ മതി ബാബാ. ശരി, ഞാൻ വന്നേക്കാം. ബാബാ, ഞാനെന്നാ വെക്കുവാണ്. ആ കഥയൊന്നും എന്നോട് പറയണ്ട. എത്ര കോടിയാലും കുഴപ്പമില്ല. ആവശ്യമാണെങ്കിൽ ആ മൊത്തം മില്ലും വിലക്ക് വാങ്ങിച്ചേക്ക്. അടുത്ത CM ഞാനാ. എന്താ മനസ്സിലായോ? ഇതാണ് ഫൈനൽ. പിന്നെ സംസാരിക്കാം. ഇവിടെ ഒരു സൈൻ.
അടുത്ത 10 മിനിറ്റ് എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഓക്കെ സാർ. ഗോ. ആ ഭദ്ര, സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇതെന്താ പരിക്ക് പറ്റിയിരിക്കുന്നത്? ഇപ്പോഴൊക്കെ എനിക്കും എന്റെ ഭാര്യയ്ക്കും ഭയങ്കര പ്രശ്നങ്ങളാ. ഭാര്യയുടെ കൂടെയാണ് പ്രശ്നം. അവളെ തീർത്തേക്ക്. എന്ത്, എന്റെ ഭാര്യയെ തീർക്കാനോ? അതൊന്നും നീ അറിയണ്ട, കാര്യം പറ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ. മോൻ അച്ഛനെ ഒന്ന് വിളിക്കാമോ? അച്ഛൻ ബാങ്കോങ് പോയിരിക്കുക. ബാങ്കോങ്ങോ? സാറിന്റെ സമയം നല്ലതാന്ന് തോന്നുന്നു. മസാജ് ചെയ്യാൻ പോയിരിക്കുവാണോ? കാര്യം പറ. അത് മറ്റൊന്നുമല്ല, സിംഗപ്പൂരിൽ നിന്ന് ഒരു നല്ല പാർട്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഫാക്ടറി തുടങ്ങണോ അത്രേ. നിങ്ങളുടെ ഒരു കയ്യൊപ്പ് മാത്രം മതി. നിങ്ങളുടെ അക്കൗണ്ടിൽ 100 കോടി ട്രാൻസ്ഫർ ആവും അത്രേ. 100 കോടി. ആലോചിച്ച് പറഞ്ഞാ മതി. ഒരേ ഒരു കയ്യൊപ്പ്. 100 കോടിയാ സാറേ. അടുത്ത ഇലക്ഷന്റെ ചെലവിന് ഉപയോഗമാകുമെങ്കിൽ എന്തിനാ വൈകിക്കുന്ന? വരാൻ പറ. സ്പോട്ട് ഇവിടെയല്ല സാറേ. എവിടെയാ? നമ്മൾ പൂജ ചെയ്തില്ലേ, ആ വീട്ടിലാ. അവിടെ എന്തിനാ? സാറിന്റെ ഗജകേസരി യോഗം തുടങ്ങിയത് അവിടെ നിന്നല്ലേ. അതുകൊണ്ട് അവിടെ തന്നെ ഫിക്സ് ചെയ്തത്. മോൻ ആലോചിക്കാനൊന്നും നിൽക്കണ്ട. അച്ഛനോട് വേഗം തിരിച്ചു വരാൻ പറ. നീ പോയി ഏർപ്പാടെല്ലാം ചെയ്തേക്ക്. അച്ഛൻ വന്നോടനെ ഞാൻ അങ്ങ് എത്തിയേക്കാം. ഉടനെ തന്നെ ഏർപ്പാടാക്കാം മോനെ. എന്നാ പിന്നെ ഞാൻ അവിടെ ഉണ്ടാവും. 100 കോടി. CM ദുർഗേഷ്.